ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിൽ ഒന്നായി മാറിയ 2026 T20 ലോകകപ്പ് വിജയം മലയാളികൾക്ക് ഇരട്ടി മധുരമാണ് നൽകിയത്. ആ വിജയത്തിന് പിന്നിലെ കരുത്തായി മാറിയത് നമ്മുടെ സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജുവിന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളിൽ എന്നും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരം MP ശശി തരൂർ. സഞ്ജു ഒരു പ്രതിഭയാണെന്ന് ലോകം തിരിച്ചറിയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ കഴിവ് തിരിച്ചറിഞ്ഞ തരൂർ ഇപ്പോൾ സഞ്ജു ലോക കിരീടവുമായി നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തിലാണ്. തരൂർ പങ്കുവച്ച കാര്യങ്ങൾ സഞ്ജു എന്ന ക്രിക്കറ്ററുടെയും വ്യക്തിയുടെയും യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുന്നതാണ്. സഞ്ജുവിനെ കേവലം 14 വയസ്സുള്ളപ്പോഴാണ് ശശി തരൂർ ആദ്യമായി കാണുന്നത്. അന്ന് തിരുവനന്തപുരത്തെ പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു കൊച്ചു ബാലനായിരുന്നു സഞ്ജു. അന്ന് സഞ്ജു മെലിഞ്ഞ പ്രകൃതമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ വലിയ ചിരിയും കണ്ണുകളിലെ തിളക്കവും എടുത്തു പറയേണ്ടതായിരുന്നു. തരൂർ ഓർക്കുന്നു. ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും ഒരുപോലെ തിളങ്ങാൻ ആ പ്രായത്തിൽ തന്നെ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. സഞ്ജുവിന്റെ അസാധാരണമായ ടൈമിങ്ങും പന്തിനെ നേരിടുന്ന രീതിയും കണ്ടപ്പോൾ തന്നെ തരൂർ ഒരു കാര്യം പ്രവചിച്ചു. ഇതായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത ധോണി. വർഷങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തായ ഗൗതം ഗംഭീറിനോട് തരൂർ ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഗംഭീറിന്റെ മറുപടി കുറച്ചുകൂടി വ്യക്തവും പ്രചോദനാത്മകവുമായിരുന്നു. അവനടുത്ത് ധോണിയൊന്നും ആകേണ്ടതില്ല, അവൻ സഞ്ജു സാംസൺ ആയാൽ മതി എന്നായിരുന്നു ഗംഭീർ പറഞ്ഞത്. ഇന്ന് ലോകം കാണുന്നത് ആ വാക്കുകളുടെ പൂർണ്ണതയാണ്. ആരോട് മത്സരിക്കാനോ ആരെയും അനുകരിക്കാനോ ശ്രമിക്കാതെ സ്വന്തമായ ഒരു പാത വെട്ടിത്തെളിച്ച സഞ്ജു ഇന്ന് ലോക ക്രിക്കറ്റ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലോകകപ്പിൽ സഞ്ജുവിന്റെ പ്രകടനം കേവലം റണ്ണുകളുടെ കണക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അദ്ദേഹം ടീമിന് നൽകിയ സ്ഥിരതയും ആത്മവിശ്വാസവുമാണ് ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സഞ്ജു കാഴ്ചവെച്ച ഇന്നിംഗ്സ് തരൂർ പ്രത്യേകം എടുത്തു പറഞ്ഞു.